അപ്പം ഞാനൊരു വെള്ളരിക്ക പച്ചടി തയ്യാറാക്കുകയാണ്. അപ്പം അതിനുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പം മുറിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു വെള്ളരിക്ക മുറിയെടുത്തിട്ടുണ്ട്. അപ്പം അതിന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അപ്പം ഇതാ ചെറിയൊരു വെള്ളരിക്ക മുറിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളരിക്ക ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ഇനി വേവിച്ചെടുക്കാം. അപ്പം ഞാൻ മൺചട്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവിക്കാനുള്ളത്. വെള്ളം കുറച്ച് മതി. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് അതിനുള്ള ആവശ്യമായ തേങ്ങ എടുക്കാം. തേങ്ങ ചിരവിയെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1/4 സ്പൂണ് ചെറുജീരകം, അത് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഒരു ശകലം കടുകിട്ട് കൊടുക്കുക. നല്ലതുപോലെ അരയണ്ട, ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ മതി. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. വെള്ളരിക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയം അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് തള വരട്ടെ, എന്നിട്ട് വാങ്ങിയെടുക്കാം. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാ ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി വാങ്ങി വെക്കാം. അപ്പോൾ കറി ഒന്ന് തണുത്തതിന് ശേഷം തൈര് ചേർക്കുക. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം. അപ്പം ഞാനൊരു ഗ്ലാസ് തൈരാണ് എടുത്തത്. അപ്പം പുളി കുറവാണ്. അത്യാവശ്യം പുളിയുള്ള തൈര് വേണം ചേർക്കാൻ. അതൊന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ തൈര് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി. അപ്പം ഇനി എണ്ണ മൂപ്പിച്ച് വയ്ക്കാം. ഞാനതിന് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് മുളക് കൊടുക്കാം. അപ്പോൾ കരിവേപ്പിലയും മുളകും മൂപ്പിച്ച് വയ്ക്കാം. നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണമൊക്കെ വരില്ലേ, അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.